നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിങ്ങളറിയാതെ പറ്റിക്കാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞുതരാം. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഐസ്ബർഗ് തിയറി അനുസരിച്ച് നിങ്ങളുടെ മാനസിക തലങ്ങളെ മൂന്നാക്കി തിരിക്കാം: കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. കോൺഷ്യസ് സ്റ്റേറ്റിൽ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കും. തിങ്കിങ്, അനലൈസിങ്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരുന്നത് ഈ ലെവലിലാണ്. അൺകോൺഷ്യസ് മൈൻഡിൽ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കില്ല. ഇതൊരു ഡീപ്പ് ഹിഡൻ റിസർവോയർ പോലെയാണ്. പവർഫുൾ ആണ്, ബട്ട് മിസ്റ്റീരിയസ് ആണ്. നിങ്ങളുടെ ഇൻസ്റ്റിങ്സ്, ട്രോമ, റിപ്രസ്ഡ് ആയിരിക്കുന്ന ഡിസയേഴ്സ്, ഡ്രീംസ് ഒക്കെ കിടക്കുന്നത് ഈ അൺകോൺഷ്യസ് ലെവലിലാണ്. അടുത്തതാണ് നമ്മുടെ നായകൻ സബ് കോൺഷ്യസ് മൈൻഡ്. ഇതൊരു ഓട്ടോ പൈലറ്റ് മോഡിൽ പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണ്. നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കും. നിങ്ങളുടെ വിശ്വാസങ്ങൾ, ഹാബിറ്റ്സ്, ഇമോഷൻസ്, മെമ്മറീസ്, ഇൻറ്റ്യൂഷൻസ് ഒക്കെ കിടക്കുന്നത് ഈ സബ് കോൺഷ്യസ് ലെവലിലാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതിനെ കുറിച്ചും 1963 ജോസഫ് മുർഫി എഴുതി പുറത്തിറക്കിയ പുസ്തകമായിരുന്നു ദി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. വാട്ട് യു ബിലീവ് യു റിസീവ്. നിങ്ങൾ സ്വയം ഞാൻ പൊളിയാണ്, എന്റെ ഗോൾസിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നോ ഞാൻ ഒരു മണ്ടനാണ് എന്നോ നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യണം. സബ് കോൺഷ്യസ് മൈൻഡ് ഇത് പോസിറ്റീവ് ഏതാ നെഗറ്റീവ് ഏതാ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ നിങ്ങൾ എന്താണോ ഫീഡ് ചെയ്യുന്നത് വിത്തൗട്ട് ജഡ്ജിങ് അത് അങ്ങനെ ഏറ്റെടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ അഫർമേഷൻസ് സ്വയം പറയുകയാണെങ്കിലോ ചിന്തിക്കുകയാണെങ്കിലോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്ത് മാനിഫെസ്റ്റ് ചെയ്യും. നിങ്ങളുടെ കോൺഫിഡൻസ്, ഈഗോ, ധൈര്യം, ബിലീഫ്സ്, ഹാബിറ്റ്സ് ഇവയെല്ലാം ചേഞ്ച് ചെയ്യുകയാണെങ്കിലോ ഊട്ടി ഉറപ്പിക്കണമെങ്കിലോ നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രയർ എന്നത് ഒരു പവർഫുൾ ടൂൾ ആണ് എന്നാണ് ഓദർ പറയുന്നത്. സിൻസിയർ ആയിട്ട്, ഫെയ്ത്ത് ഫിൽഡ് ആയിട്ട്, നോൺ റിലീജിയസ് ആണെങ്കിൽ പോലും സബ് കോൺഷ്യസ് മൈൻഡിനെ മെന്റൽ പ്രോഗ്രാം ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഓദർ പറയുന്നത്. ഇതൊരു ക്രിറ്റിസിസം നേരിട്ട പോയിന്റ് ആയിരുന്നു. ഗോഡ് എന്നതിനെ ഒരു യൂണിവേഴ്സൽ സെൻസിൽ അപ്രോച്ച് ചെയ്തത് ഒരു റിലീജിയസ് റെഫറൻസ് പോലെയും അല്ലെങ്കിൽ ടു ജനറൽ ആണ് എന്നും ഒരുപാട് പേര് ആരോപിച്ചു. കൂടാതെ പലതിനും ഒരു സയന്റിഫിക് ബാക്കപ്പ് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്തതും ഒരു പോരായ്മയായിരുന്നു. ടോക്സിക് പോസിറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്നു എന്നായിരുന്നു മറ്റൊരു കൂട്ടം പേർ ആലോചിച്ചത്. ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോ വിഷ്വലൈസേഷൻ വഴിയാണെങ്കിലോ, അഫർമേഷൻസ് വഴിയാണെങ്കിലോ, മെന്റൽ പ്രോഗ്രാമിംഗ് വഴിയാണെങ്കിലോ, പ്രെയർ ടെക്നിക്സ് വഴിയാണെങ്കിലോ നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് വെച്ച് ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. എനിക്കറിയാം ഒരുപാട് പേര് ഈ പുസ്തകം ആൾറെഡി വായിച്ചിട്ടുണ്ടെന്ന്. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റാണ് വരുത്താൻ സാധിച്ചത്? കമന്റ്